എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഗോൾ സെറ്റിങ്ങും അതിൻ്റെ എങ്ങനെ അച്ചീവ് ചെയ്യണം. ചുമ്മാ ഒരു ഗോൾ സെറ്റ് ചെയ്താൽ പോരാ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഗോൾ സെറ്റിംഗ് എപ്പോഴും തന്ത്രപരമാവണം. ആ തന്ത്രപരമായ ഗോൾ സെറ്റിംഗ് എങ്ങനെ ആവണം എന്നുള്ളതും അതെങ്ങനെ കൃത്യമായ രീതിയിൽ അച്ചീവ് ചെയ്യാം എന്നുള്ളതും നമ്മുടെ കരിയർ ഡെവലപ്മെൻറ്റിനും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും വളരെയധികം അത്യാവശ്യമായൊരു വിഷയമാണ്. ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ചില പോയിന്റുകളാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തരുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ഗോൾ സെറ്റിങ്ങിൻ്റെ അടിസ്ഥാനം തന്നെ ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷനിൽ വരുന്നത് റിഫ്ലക്റ്റ് ആൻഡ് അസ്പയർ എന്നുള്ള 2 സ്റ്റെപ്സാണ്. നിങ്ങളുടെ വാല്യൂസിനെയും ആസ്പിറേഷൻസിനെയും റിഫ്ലക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ വാല്യൂസ് ഉണ്ട് എന്നുള്ളത് ആദ്യം റിഫ്ലക്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആസ്പിറേഷൻസ്, ഭാവിയിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ സാധാരണമായി എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതിനെക്കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്യുക. ആസ്പിറേഷൻ മാപ്പ് ചെയ്യുക. വിഷൻ എപ്പോഴും ലോങ് ടേം ആയിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഷോർട്ട് ടേം വിഷൻ പലപ്പോഴും നമുക്ക് നിരാശ സമ്മാനിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ലോങ് ടേം വിഷനാണ് എപ്പോഴും നല്ലത്. നിങ്ങൾക്ക് സക്സസ് എന്താണ് എന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിക്കണം. എന്താണ് സക്സസ്? വളരെ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന, വളരെയധികം സക്സസ് തരുന്ന, വളരെയധികം ഹൈപ്പ് ചെയ്തിട്ടുള്ള സക്സസ് അല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ചെറിയ ഓരോ സക്സസ്സും ചെറിയ സക്സസ് ആണെങ്കിലും വലിയ സക്സസ് ആണെങ്കിലും ഓരോ സക്സസ്സും എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടതാണ്. 1ാമത്തെ ഘട്ടത്തിൽ ചെയ്യേണ്ടതാണ്. ആ 1ാമത്തെ ഘട്ടമാണ് ഫൗണ്ടേഷൻ, റിഫ്ലക്ഷൻ ആൻഡ് ആസ്പയർ. 2ാമത്തെ ഘട്ടം ഫ്രെയിം വർക്ക് എന്നുള്ള ഘട്ടമാണ്. അവിടെയാണ് നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുന്നത്. ഈ ഗോൾസ് സ്മാർട്ട് SMART ഗോൾസ് ആവണം. ആ SMART എന്താണ് എന്നാണ് ഞാൻ ഈ 2ാമത്തെ സെക്ഷനിൽ പറയുന്നത്. SMARTയിലെ എസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗോൾ എപ്പോഴും സ്പെസിഫിക് ആയിരിക്കണം. കൃത്യമായ നിർദ്ദേശങ്ങളുള്ള, കൃത്യമായ ചട്ടക്കൂടിലുള്ള ഒരു ഗോൾ ആയിരിക്കണം നിങ്ങളുടേത്. അതാണ് സ്പെസിഫിക് ഗോൾ. അതിന് W'സിനെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. W's ചോദ്യങ്ങൾ. വാട്ട് നീഡ്സ് ടു ബി അക്കംപ്ലിഷ്ഡ്? നിങ്ങൾ എന്ത് അക്കംപ്ലിഷ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഹൂ ഈസ് ഇൻവോൾവ്ഡ്? ആരൊക്കെയാണ് നിങ്ങളുടെ കൂടെ ഇൻവോൾവ് ആയിരിക്കുന്നത്? വെയർ മൈറ്റ് ദിസ് ഗോൾ ഹാപ്പൻ? ഈ ഗോൾ എവിടെയാണ് സംഭവിക്കുക എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങളായി ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അതിന് മറുപടി കൃത്യമായി നൽകുക. എല്ലാം സ്പെസിഫിക് ആയിരിക്കണം എന്നർത്ഥം. സ്മാർട്ടിലെ M എന്നുള്ളത് മെഷറബിൾ ആണ്. നമ്മൾ ഈ ഗോൾ സെറ്റ് ചെയ്തത് കൊണ്ട് മാത്രമായില്ല, അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതിനെ മെഷർ ചെയ്യുവാൻ, അളക്കുവാൻ നമുക്ക് കഴിയണം എന്നർത്ഥം. എങ്ങനെയാണ് നമ്മൾ ഈ ഗോളിൻ്റെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക? അതിൻ്റെ അളവുകോലുകൾ എന്തെല്ലാമാണ് തുടങ്ങിയ ചോദ്യങ്ങൾ, അതുപോലെയുള്ള മറ്റു ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമുക്ക് കഴിയണം. അതാണ് M, അതായത് മെഷറബിൾ. അതായത് ഈ ഗോൾ മെഷറബിൾ ആയിരിക്കണം എന്നർത്ഥം. സ്മാർട്ടിലെ 3ാമത്തെ അക്ഷരം A ആണ്. അറ്റൈനബിൾ ഓർ അച്ചീവബിൾ എന്നും പറയാം. അറ്റൈനബിൾ ആണോ? നിങ്ങളുടെ കൈവശമുള്ള റിസോഴ്സസിനും നിങ്ങളുടെ സാഹചര്യങ്ങൾക്കും അനുസരിച്ച്, നിങ്ങളുടെ ചുറ്റുപാടുകൾക്കും അനുസരിച്ച് ഈ പറയുന്ന സെറ്റ് ചെയ്യുന്ന ഗോൾ അച്ചീവബിൾ ആണോ, അറ്റൈനബിൾ ആണോ എന്നുള്ളത് വളരെ കൃത്യമായി നിർണ്ണയിക്കണം. അതായത് നമ്മുടെ റിസോഴ്സസിൻ്റെ അപ്പുറമുള്ള ഗോൾ സെറ്റ് ചെയ്താൽ കാര്യമില്ല എന്നർത്ഥം. SMARTയിലെ 4ാമത്തെ അക്ഷരം R എന്നാണ്. R എന്നാൽ റെലവൻസി, റെലവൻറ്റ്. ഈ സമയത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ചുറ്റുപാടുകൾക്കനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഗോൾ റിലയബിൾ ആണോ എന്നുള്ള ചോദ്യം സ്വയം ചോദിക്കണം. വിശ്വാസയോഗ്യമാണോ ചോദിക്കാം. ഈ സാഹചര്യത്തിന് അനുസരിച്ചിട്ടുള്ളതാണോ, റെലവൻ്റ് ആണോ എന്നും ചോദിക്കാം. അതിലെ 5ാമത്തെ അക്ഷരം ടൈം ബൗണ്ട്. T എന്നുള്ളത് ടൈം ബൗണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗോൾ ടൈമിനകത്ത്, ഒരു പ്രത്യേക സമയത്തിനകത്ത് നിശ്ചയിക്കാൻ പറ്റുന്നതാണോ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളതും പ്രധാനമാണ്. അനന്തമായി നീണ്ടുപോകുന്ന ഗോൾ സെറ്റ് ചെയ്തിട്ട് വലിയ ഉപകാരം ഉണ്ടാവില്ല. ടൈം ലിമിറ്റ് സെറ്റ് ചെയ്ത് ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയണം. ആ ടൈം ലിമിറ്റ് എഗെയിൻ കൃത്യമായിരിക്കണം, സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ളതായിരിക്കണം. അതെല്ലാം ഈ SMART, സ്മാർട്ട് എന്നുള്ള പദാവലിയിൽ പെടുന്നതായിരിക്കണം എന്നർത്ഥം. ഇതാണ് നമ്മുടെ 2ാമത്തെ പദ്ധതി. നിങ്ങളൊരു ഫ്രെയിം വർക്ക് നിർണ്ണയിക്കുന്നു. ആ ഫ്രെയിം വർക്കാണ് SMART എന്നുള്ള സ്മാർട്ട് ഫ്രെയിം വർക്ക്. 3ാമത്തെ പോയിൻ്റാണ് എക്സിക്യൂഷൻ.
അതിൽ ആക്ഷനും കൺസിസ്റ്റൻസിയും വരും. പ്ലാൻ സെറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് ആക്ഷൻ ചെയ്യണ്ടേ, കൺസിസ്റ്റൻ്റായി മുന്നോട്ട് പോകണ്ടേ, തുടർച്ചയായി മുന്നോട്ട് പോകണ്ടേ. അതാണ് മൂന്നാമത്തെ പദ്ധതി. അതിലൊന്നാമത്തെ പോയിന്റ്, ബ്രേക്ക് ഇറ്റ് ഡൗൺ. നിങ്ങളുടെ ഗോൾസിനെ ചെറുതും, അതായത് സ്മോൾ ടേം, മീഡിയം ടേം, ലോങ് ടേം എന്നുള്ള രീതിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് സെറ്റ് ചെയ്യുക. അതിൽ രണ്ടാമത്തെ പോയിന്റ്, ക്രിയേറ്റ് ആൻ ആക്ഷൻ പ്ലാൻ. ഈ ഗോളിനെ എങ്ങനെ ആക്ഷനബിൾ ആക്കും എന്നുള്ളതിനുള്ള ഒരു ആക്ഷൻ പ്ലാൻ കൃത്യമായി നിർവചിക്കുക. മൂന്നാമത്, ബിഹേവിയറിൽ ഫോക്കസ് ചെയ്യുക. അതിന് ദ റെപ്സ് എന്നും പറയും, REPS, റെപ്സ് എന്ന് പറയും. ബിഹേവിയറിൽ ഫോക്കസ് ചെയ്യുക. പലപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, ടെഡിയസ് ആയിട്ടുള്ള, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പണികൾ, ജോലികൾ നമുക്ക് കൺസിസ്റ്റൻ്റായി കണ്ടിന്യൂസ് ആയി ചെയ്ത് വെക്കേണ്ടി വരും. അതിൽ നമ്മളെങ്ങനെ പെരുമാറുന്നു, നമ്മളുടെ മനസ്സെങ്ങനെ പെരുമാറുന്നു, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതെല്ലാം കൃത്യമായി നിർവചിക്കപ്പെടണം. നാലാമത്, ഇംപ്ലിമെൻറ്റേഷൻ, ഇൻറ്റൻഷൻസ്. എങ്ങനെയാണ് നിങ്ങൾ ഈ സാഹചര്യത്തെ, ഈ പറയുന്ന ഗോളിനെ ഇൻറ്റൻഷനലി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത്. സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് സെറ്റപ്പ് ചെയ്യുക. ഇഫ് ദെൻ, ഇഫ് ഐ കംപ്ലീറ്റ് ദിസ് പർട്ടിക്കുലർ ടാസ്ക് വിത്തിൻ ദിസ് ടൈം, then if I complete this particular task within this time, I'll be able to complete the larger picture എന്നുള്ള if then സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മുടെ ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷനെ ക്ലിയർ ചെയ്യാം. ഇതിൻ്റെ അടുത്ത പോയിന്റ്, പ്രയോറിറ്റൈസ് ആൻഡ് ഷെഡ്യൂൾ എന്നുള്ളതാണ്. നിങ്ങൾ കൃത്യമായി ഓരോ ആക്ഷൻ പ്ലാനിനെയും അതിൻ്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് സെറ്റ് ചെയ്ത് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ ശ്രമിക്കുക. ആദ്യത്തേത് അവസാനത്തേത് എന്നില്ല, അത് കൃത്യമായി നിങ്ങളുടെ സ്മാർട്ട് ഗോളിനനുസരിച്ച് സെറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതും പ്രയോറിറ്റൈസ് ആൻഡ് ഷെഡ്യൂൾ ചെയ്യേണ്ടതിൻ്റെ ഭാഗമായി വരണം. നാലാമത്തെ സ്റ്റെപ്പാണ് മൊമെൻറ്റം, ട്രാക്കിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഈ ഗോൾ സെറ്റ് ചെയ്തു, ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി, അതുകൊണ്ടൊന്നും ഒരു കാര്യം നടപ്പില്ലല്ലോ. നമ്മളതിനെ മുന്നോട്ട് പോകണം. അതാണ് ആക്ഷൻ പ്ലാൻ, ട്രാക്കിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. അതിലൊന്നാമത്തെ പോയിന്റാണ് ട്രാക്ക് പ്രോഗ്രസ്. ഓരോ ഗോളിൻ്റെ സ്മോൾ സ്റ്റെപ്പിനെയും ചെറിയ സ്മോൾ ഗോൾസായി മാറ്റണം എന്ന് ഞാൻ കഴിഞ്ഞ സ്റ്റെപ്പിൽ പറഞ്ഞിരുന്നു. അതിനെ നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യുക, പ്രോഗ്രസ് പതിയെ ട്രാക്ക് ചെയ്യുക. അതിനുള്ള മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സെലിബ്രേറ്റ് മൈൽ സ്റ്റോൺസ്. ഓരോ ചെറിയ മൈൽ സ്റ്റോൺ, കടന്നു പോകുന്ന ഓരോ ഘട്ടങ്ങളെയും, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്ന ഓരോ ടാസ്കിനെയും, ഓരോ ഘട്ടങ്ങളെയും നിങ്ങൾ മനസ്സുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യണം. ഗ്യാങ് ആണെങ്കിൽ എല്ലാവരുമായി ചെറുതായിട്ടെങ്കിലും സെലിബ്രേറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് മോട്ടിവേഷൻ നൽകും, മൊമെൻറ്റത്തിന് ഉത്തേജനം നൽകും. മൂന്നാമത്തെ പോയിന്റ്, ഹോൾഡ് യുവർ സെൽഫ് അക്കൗണ്ടബിൾ. നിങ്ങൾ അക്കൗണ്ടബിൾ ആണ്, കൂടെയുള്ള മറ്റുള്ളവരും അക്കൗണ്ടബിൾ ആണ്. ബ്ലെയിമിങ് മറ്റുള്ളവരിലേക്ക് പോകരുത്, ബ്ലെയിമിങ് സർക്കംസ്റ്റാൻസിലേക്ക് പോകരുത്. സ്വയം ബ്ലെയിമിങ് അല്ല ഉദ്ദേശിക്കുന്നത്, സ്വയം അക്കൗണ്ടബിൾ ആവണം എന്നർത്ഥം. നാലാമത്തെ പോയിന്റ്, ലേൺ ഫ്രം സെറ്റ് ബാക്സ്. നമ്മളുടെ ഓരോ പുരോഗതിയുടെ പാതയിലും തടസ്സങ്ങളുണ്ടാവാം, പ്രശ്നങ്ങളുണ്ടാവാം. ഇതിൽ നിന്നെല്ലാം നമ്മൾ പാഠങ്ങൾ പഠിക്കണം, ഉയർത്തെഴുന്നേൽക്കണം. ഇത് അവസാനം അല്ല എന്ന് തിരിച്ചറിയണം. ഊർജം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള മാനസികാവസ്ഥ നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യണം എന്നർത്ഥം. അടുത്ത പോയിന്റ്, ഡു ലെസ് ബട്ട് ബെറ്റർ. കുറച്ചായി ചെയ്യൂ, പക്ഷേ കൂടുതൽ ബെറ്ററായി ചെയ്യൂ, നല്ലതുപോലെ ചെയ്യൂ. മെല്ലെ ചെയ്താൽ മതി, തിരക്കൊന്നുമില്ല. തിരക്ക് കൂട്ടരുത്. നമ്മളെപ്പോഴും പറഞ്ഞു, സമയക്രമം പാലിക്കണം. ഈ സമയക്രമം എന്നുള്ളത് സാധാരണഗതിയിൽ ഒരു ദീർഘ സമയമാണ്. 3 കൊല്ലം 4 കൊല്ലം എന്നുള്ള കാലഘട്ടത്തിലേക്കാണ് നമ്മളിതിനെ വിഭാവനം ചെയ്യുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വളരെ കൃത്യമായി ചെറിയ കാര്യങ്ങൾ ചെറിയ സമയങ്ങളിൽ ചെയ്ത്, സ്മാർട്ട് ഗോൾസ്, ഷോർട്ട് ടേം ഗോൾസ്, പക്ഷെ ബെറ്ററായി ചെയ്ത്, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പഠിച്ച് അതിനനുസരിച്ച് കാര്യങ്ങളെ ഡെവലപ്പ് ചെയ്ത്, മനസ്സിനെ ഡെവലപ്പ് ചെയ്ത് പതിയെ ഗോളിലേക്ക് മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കുക. നിരാശകൾ വരും, പക്ഷേ നമ്മളതിനെ കാര്യമാക്കുന്നില്ല. കാരണം പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്നുള്ള പ്രാഥമിക പാഠം ഒരിക്കലും മറക്കരുത്. ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. നമസ്കാരം.